ദി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം. ഒരു ഗാന്ധി ജയന്തി കൂടി. ജീവിതത്തിലെ അവസാനത്തെ 2 വർഷവും അവസാനത്തെ 2 സത്യാഗ്രഹങ്ങളുമാണ് സമകാലിക ഇന്ത്യയിൽ ഗാന്ധിയെ ഏറ്റവും പ്രസക്തനാക്കുന്നത് എന്ന് പറയുന്നു ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കഥ എന്ന ശ്രദ്ധേയമായ പുസ്തകത്തിൻ്റെ രചയിതാവ് കൂടിയായ ശ്രീ PN ഗോപികൃഷ്ണൻ. കാരണം അവയായിരുന്നു അന്ന് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ഇന്ത്യയിൽ തടഞ്ഞത്, ഇനിയും തടയാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഗാന്ധി സ്മരണകൾ ഇല്ലാതാക്കാനുള്ള നീക്കങ്ങൾ സംഘടിതമായി നടക്കുമ്പോൾ. ഏവർക്കും സ്വാഗതം. ഗാന്ധിയുടെ സമകാലീന പ്രസക്തിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഗാന്ധിയെപ്പറ്റി ആശിഷ് നന്ദി എഴുതിയ ഒരു പ്രധാനപ്പെട്ട ലേഖനത്തിലെ ചില കാര്യങ്ങളാണ് ആദ്യം ഓർമ്മ വരുന്നത്. അദ്ദേഹം പറയുന്നത് 3-4 ഗാന്ധിമാർ ഉണ്ടെന്നാണ്. അതിലാദ്യത്തെ ഗാന്ധി എന്ന് പറയുന്നത് ഒരു ഔദ്യോഗിക ഗാന്ധിയാണ്. ഗാന്ധിയുടെ മരണത്തിന് ശേഷം ഇന്ത്യ ഗവൺമെൻറ് ഗാന്ധിയെ ഒരു ഔദ്യോഗിക ബിംബമായി പരിവർത്തനം ചെയ്തു. ആ ഗാന്ധിയാണ് നമ്മൾ കറൻസി നോട്ടിലും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ്റെ ഭിത്തിയിലും ഒക്കെ തൂങ്ങുന്ന ഗാന്ധി. അല്ലെങ്കിൽ നമ്മുടെ എല്ലാ നഗരങ്ങളിലും ഒരു റോഡിൻ്റെ പേരായി, അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളിൽ ഒരു മ്യൂസിയത്തിൻ്റെ പേരായി, ഒരു ലൈബ്രറിയുടെ പേരായി ഒക്കെ ഓർമ്മിക്കപ്പെടുന്ന ഗാന്ധി എന്ന് പറയുന്നത്, അത് ഭരണകൂടം പ്രക്ഷേപിക്കുന്നൊരു ഗാന്ധിയാണ്. യഥാർത്ഥ ഗാന്ധിയുമായി അതിന് യാതൊരു ബന്ധവുമില്ല എന്നാണ് ആശിഷ് നന്ദി പറഞ്ഞു വയ്ക്കുന്നത്. രണ്ടാമത്തെ ഗാന്ധി ഗാന്ധിയന്മാർ കൊണ്ട് നടക്കുന്ന ഗാന്ധിയാണ്. എന്ന് പറഞ്ഞാൽ ഗാന്ധിയന്മാർ എന്ന് പറയുമ്പോൾ ഗാന്ധിയുടെ അതേ ജീവിത രീതി പിന്തുടരുന്ന ഗാന്ധിയന്മാരെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഗാന്ധിയെ ഒരു ആൾദൈവമായിട്ട് കാണുന്ന തരത്തിലുള്ള ഭക്ത ഗാന്ധിയന്മാർ. അവർ 5 മണിക്ക് ഗാന്ധി 5 മണിക്ക് ആട്ടിൻപാൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ അതേ സമയത്ത് തന്നെ ആട്ടിൻപാൽ കുടിക്കും. അല്ലെങ്കിൽ ഗാന്ധി എന്താണോ അത്താഴമായി കഴിച്ചിരുന്നത് അതേ സംഗതികൾ തന്നെയാണ് അത്താഴമായി കഴിക്കുക. എന്ന് പറഞ്ഞാൽ ഒരു തരം ഒരാൾ ദൈവത്തിൻ്റെ സ്ഥലത്തേക്ക് ഗാന്ധിയെ എടുത്തു വയ്ക്കുന്ന തരത്തിലുള്ള സമീപനമാണ് അവർ ഗാന്ധിയോട് അനുഷ്ഠിച്ചിട്ടുള്ളത്. അങ്ങനെ ദൈവമായിട്ട് തീർന്ന ഒരു ഗാന്ധിയാണ് രണ്ടാമത്തെ ഗാന്ധി. മൂന്നാമത്തെയും നാലാമത്തെയും ഗാന്ധി എന്ന് പറയുന്നത് ആശിഷ് നന്ദി പറഞ്ഞ പോലെ അത് ഇക്കാലത്തും ലോകത്തെമ്പാടും ഉയർന്നു വരുന്ന സമരങ്ങളിൽ ദൃശ്യനായും അദൃശ്യനായും കാണപ്പെടുന്ന ഗാന്ധിയാണ്. നമുക്കറിയാം, ലോകത്തെ എല്ലാ പ്രക്ഷോഭങ്ങളിലും പ്രത്യേകിച്ച് ഗാന്ധിയുടെ ഒരു വലിയ സാമ്രാജ്യത്വത്തിനെതിരെയുള്ള വലിയ പ്രക്ഷോഭത്തിന് ശേഷം ലോകത്തെവിടെ ഏത് തരത്തിലുള്ള പ്രക്ഷോഭണം നടന്നാലും, പ്രത്യേകിച്ച് വ്യവസ്ഥയ്ക്കെതിരായിട്ടുള്ള പ്രക്ഷോഭണങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു അദൃശ്യ സാന്നിധ്യമായിട്ട് ഗാന്ധിയെ കാണാം. ചിലപ്പോൾ അത് ദൃശ്യം എന്ന് പറഞ്ഞാൽ ആളുടെ നേരിട്ടുള്ള ഒരു സാന്നിധ്യമല്ല, മറിച്ച് ആളുടെ ഓർമ്മയുടെ ഒരു ദൃശ്യ സാന്നിധ്യവും കാണാം. ഇപ്പോൾ നെൽസൺ മണ്ടേല പോലെയുള്ള വലിയ സമരസേനാനികൾ അവർക്ക് ഗാന്ധിയോടുള്ള കടപ്പാട് ഊന്നി പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ മാർട്ടിൻ ലൂതർ കിങ്ങിനെ പോലെയുള്ള പ്രക്ഷോഭകർ അവർക്ക് ഗാന്ധിയോടുള്ള കടപ്പാട് ഊന്നി പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ തന്നെ ഇപ്പം വാൾ സ്ട്രീറ്റ് ഉപരോധം പോലെയുള്ള സമരങ്ങൾ നടക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇന്ത്യയുമായി ബന്ധമില്ലാത്ത രാജ്യങ്ങളിൽ പോലും യുവതി യുവാക്കൾ പ്രക്ഷോഭങ്ങൾ നടത്തുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പലപ്പോഴും ഒരു ഗാന്ധിയുടെ സാന്നിധ്യം കാണാം. അതവർ നേരിട്ട് ഗാന്ധിയിൽ നിന്ന് പഠിച്ചൊന്നുമല്ല, ഗാന്ധിയുടെ പുസ്തകങ്ങൾ വായിച്ചിട്ടോ അല്ലെങ്കിൽ ഗാന്ധിയുടെ ചരിത്രം വായിച്ചിട്ടോ ഒന്നും സംശീകരിച്ചതല്ല. മറിച്ച് ലോകത്തിലെ പരിഷ്കൃത പ്രക്ഷോഭങ്ങളെല്ലാം തന്നെ ഒരു തരത്തിൽ ഒരു നിസ്സഹകരണം, ഭരണകൂടത്തോട് നിസ്സഹകരണം പ്രഖ്യാപിക്കുക, ഭരണകൂടത്തോട് പാസീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഗാന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരായുധം, സത്യാഗ്രഹം എന്ന് പറയുന്ന ഒരായുധം പുതിയ രീതിയിൽ പ്രയോഗിക്കുക, അതൊക്കെ ഈ സമരങ്ങളിൽ കാണാൻ പറ്റും. അപ്പോൾ ആ രീതിയിലും ഗാന്ധി തുടരുന്നുണ്ട്. ഇതിൽ ഈ മൂന്നാമത്തെയും നാലാമത്തെയും ഗാന്ധിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇനി അനുസ്മരിക്കേണ്ട ഗാന്ധി. സാമ്രാജ്യത്വ വിരുദ്ധ പ്രക്ഷോഭം നടത്തിയ ഗാന്ധി എന്ന് പറയുമ്പോൾ അത് എന്തായിരുന്നു ഗാന്ധിയുടെ മുഴുവൻ പ്രക്ഷോഭത്തിൻ്റെയും സ്വഭാവം എന്ന് ഈ കാലത്ത് നമ്മൾ വീണ്ടും വീണ്ടും പരിശോധിക്കേണ്ടതാണ്. ഇപ്പോൾ ഗാന്ധി ബ്രിട്ടീഷ് വിരുദ്ധനായിരുന്നു.
ബ്രിട്ടീഷുകാർക്കെതിരെ ഗാന്ധി നടത്തിയ പ്രക്ഷോഭങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ധാരണകൾ നമുക്കുണ്ട്. നമ്മുടെ പാഠപുസ്തകങ്ങളിൽ കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓരോ ഒക്ടോബർ 2-നോ അല്ലെങ്കിൽ ജനുവരി 30-നോ അത് അനുസ്മരിക്കാറുണ്ട്. പക്ഷേ അതിനപ്പുറം ഒരു ഗാന്ധി കൂടിയുണ്ട്. ഒരു പക്ഷേ ഇന്നത്തെ കാലത്ത്, ഇന്നത്തെ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഒരു പക്ഷേ അക്കാലത്തെ മനുഷ്യർ, അക്കാലത്തെ നേതാക്കൾ ഉയർത്തിക്കൊണ്ടുവന്ന എല്ലാത്തരം മൂല്യങ്ങളെ നിരാകരിക്കുന്ന ഒരു ഭരണവ്യവസ്ഥയിൽ ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരു ഗാന്ധിയെ കൂടി നാം അനുസ്മരിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മൂന്നാമത്തെയും നാലാമത്തെയും ഒക്കെ ഗാന്ധി സ്വരൂപങ്ങളെയാണ് അത്തരത്തിൽ അനുസ്മരിക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിൽ പ്രസക്തനായ ഗാന്ധി, ഇന്ന് ഇന്ത്യയിൽ ഗാന്ധിയുടെ ഏത് സമരമുഖമാണ് പ്രസക്തമായതെന്ന് പറയുന്ന ചോദ്യം ഉയരുന്നുണ്ട്. നമുക്ക് വളരെ പരിചിതമായ ഗാന്ധി ബ്രിട്ടീഷുകാർക്കെതിരെ പലതരത്തിലുള്ള സമരരീതികൾ പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഗാന്ധിയുടെ ഏറ്റവും പ്രധാന ആയുധമായിട്ടുള്ള സത്യാഗ്രഹം, നിരാഹാര സത്യാഗ്രഹം എന്നത് നിരവധി തവണ ബ്രിട്ടീഷുകാർക്ക് നേരെ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിലും അവസാനത്തെ 2 നിരാഹാര സത്യാഗ്രഹങ്ങൾ ആർക്കെതിരായിരുന്നു എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം. ആ 2 നിരാഹാര സത്യാഗ്രഹങ്ങൾ ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷമാണ്. എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് പോയി, ബ്രിട്ടീഷ് ഭീഷണി ഒരു തരത്തിൽ അവസാനിച്ചു. 1947 ആഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായി. ഈ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് ഗാന്ധിയുടെ 2 പ്രധാനപ്പെട്ട നിരാഹാര സത്യാഗ്രഹങ്ങൾ. ഒന്ന് 1947 സെപ്റ്റംബർ മാസത്തിൽ ഗാന്ധി നടത്തിയ ഒരു നിരാഹാര സത്യാഗ്രഹം. എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടി ഏതാണ്ട് 15 ദിവസമൊക്കെ പൂർത്തിയായപ്പോഴാണ് ആ നിരാഹാരം എടുക്കുന്നത്. അത് കൽക്കട്ട വെച്ചാണ് 73 മണിക്കൂർ നിരാഹാരം. രണ്ടാമത്തെ നിരാഹാരം എന്ന് പറയുന്നത് 48 ജനുവരി 13 മുതൽ 18 വരെ 5 ദിവസം നീണ്ടു നിന്ന നിരാഹാര സത്യാഗ്രഹം. ഇത് രണ്ടും ഗാന്ധി 77-78 വയസ്സുള്ളപ്പോഴാണ് ഈ 2 നിരാഹാരം ഇരിക്കുന്നത്. നമ്മളൊരു കാര്യം ആലോചിക്കേണ്ട, അന്ന് ഇന്ത്യക്കാരൻ്റെ ശരാശരി ആയുസ്സെന്ന് പറയുന്നത് 50 വയസ്സാണ്. ആ സമയത്ത്, സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത്. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു 78 വയസ്സല്ല അന്നത്തെ 78 വയസ്സെന്നർത്ഥം. എന്ന് പറഞ്ഞാൽ വാർദ്ധക്യം അതിൻ്റെ അങ്ങേയറ്റത്ത് എന്ന നിലയിലാണ് അക്കാലത്ത് അത്രയും പ്രായത്തിനെയൊക്കെ വീക്ഷിക്കുക. ആ സമയത്താണ് വലിയ 2 നിരാഹാര സത്യാഗ്രഹങ്ങളിലേക്ക് ഗാന്ധി നീങ്ങുന്നത്. അതും ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷമാണ്. ആ ഗാന്ധിയെയാണ് നമ്മൾ ഇക്കാലത്ത് സ്മരിക്കേണ്ടതെന്ന് തോന്നുന്നു. കാരണം ആ ഗാന്ധി യഥാർത്ഥത്തിൽ ആർക്കെതിരെയാണ് നിരാഹാരം ഇരുന്നത് എന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നമുക്ക് കുറേ കൂടി കാര്യങ്ങൾ തെളിഞ്ഞു കിട്ടും. അന്ന് ഗാന്ധി നിരാഹാര സത്യാഗ്രഹം ഇരുന്നത് യഥാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ഒരു ഐഡിയോളജി, ഹിന്ദുത്വം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രയോക്താക്കൾക്കെതിരാണ് ഒരർത്ഥത്തിൽ ഗാന്ധി 2 നിരാഹാരങ്ങൾ നടത്തുന്നത്. അതിൽ രണ്ടാമത്തെ നിരാഹാരത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഗാന്ധിയുടെ വധവും അവരുടെ തന്നെ കൈകളാൽ, ഹിന്ദുത്വവാദികളുടെ കൈകളാൽ ഗാന്ധിയുടെ വധവും സംഭവിക്കുന്നത്. അതുകൊണ്ട് ആ അധ്യായം വളരെ പ്രസക്തമാണ്. പ്രത്യേകിച്ചും ഇന്ത്യയിൽ ഇപ്പോൾ ഗാന്ധിയെ കൊന്നതാര് എന്ന ചോദ്യത്തിന് എല്ലാവർക്കും ഉത്തരമുണ്ട്. നാഥറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന ഉത്തരമുണ്ട്. പക്ഷെ അതിനപ്പുറം എന്താണ്, അല്ലെങ്കിൽ നാഥറാം വിനായക് ഗോഡ്സെ മാത്രമാണോ ഗാന്ധിയെ കൊന്നത്, അതിന് പിന്നിലൊരു ഗൂഢാലോചന ഉണ്ടായിരുന്നു എങ്കിൽ ആ ഗൂഢാലോചന നിർവഹിച്ചത് ആരാണ് എന്ന ചോദ്യത്തിന് ശരിക്ക് പറഞ്ഞാൽ ഇന്ന് ഇന്ത്യയുടെ ഒരു പബ്ലിക് മെമ്മറിയിൽ അതില്ല, ഇന്ത്യയുടെ പൊതു ഓർമ്മയിൽ അതില്ല എന്നുള്ളതാണ് വാസ്തവം. ഞാൻ ഈയിടെ ഗാന്ധി വെടിയേറ്റു വീണ ഡൽഹിയിലെ ബിർള ഹൗസ് സന്ദർശിച്ചിരുന്നു. അതിപ്പോഴും ഒരു മ്യൂസിയമാണ്. അതിൻ്റെ ഗാന്ധിയുടെ സ്മരണ ഉണർത്തുന്ന മ്യൂസിയമായിട്ടാണ് അതിനെ വിഭാവനം ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിഭാഗം മുഴുവൻ ഗാന്ധിയുടെ ചിത്രങ്ങളാൽ, ഗാന്ധിയുടെ ജീവചരിത്രം പലതരം ചിത്രങ്ങളാൽ പറയുന്ന രീതിയിലാണ്, നരേറ്റ് ചെയ്യുന്ന രീതിയിലാണ് മ്യൂസിയം ഒരുക്കിയിട്ടുള്ളത്. അതിൻ്റെ മുകൾ നിലയിൽ ഇപ്പം ഒരു ഡിജിറ്റൽ മ്യൂസിയം ഒരുക്കിയിട്ടുണ്ട്. ഈ മൊത്തം മ്യൂസിയം മുഴുവൻ സന്ദർശിച്ചാലും നിങ്ങൾക്ക് ഗാന്ധിയുടെ വധത്തെ പറ്റിയൊരു ചിത്രം ലഭിക്കില്ല. എന്ന് പറഞ്ഞാൽ ഗാന്ധി വെടിയേറ്റു വീണ മണ്ണിൽ പോലും ഗാന്ധിയുടെ വധത്തെ പറ്റിയുള്ള ഒരു വിശദ ചിത്രം ലഭിക്കില്ല. അവിടെ ആകെ ഞാൻ ഒരു സ്ഥലത്ത് മാത്രമാണ് നാഥറാം വിനായക് ഗോഡ്സെയുടെ പേര് കണ്ടിട്ടുള്ളത്. മറിച്ച് ബാക്കി എല്ലായിടത്തും ഈ ഘാതകനെ പറ്റി പറയേണ്ടി വരുന്ന സ്ഥലത്തെല്ലാം തന്നെ ഘാതകൻ എന്ന പദമാണ്, അസാസിൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദമാണ്
ഉപയോഗിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ പേരില്ലാത്ത മുഖമില്ലാത്ത ഒരാളാണ് ഗാന്ധിയെ കൊന്നത് എന്ന മട്ടിൽ. മാത്രമല്ല അന്ന് നാഥറാം വിനായക് ഗോഡ്സെയ്ക്കൊപ്പം ആരെയൊക്കെ പിടികൂടി, ആ ഗാന്ധിവധത്തിൻ്റെ വിചാരണയിൽ ആരെയൊക്കെയാണ് ശിക്ഷിച്ചത്, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച യാതൊരു വിവരവും നിങ്ങൾക്ക് ഗാന്ധി വെടിയേറ്റു വീണ ആ സ്ഥലത്ത് നിന്ന് പോലും ലഭ്യമല്ല എന്നാണ് വാസ്തവം. അതുപോലെ തന്നെ ഗാന്ധിവധത്തിൻ്റെ വിചാരണ നടന്ന ചെങ്കോട്ടയ്ക്കുള്ളിൽ നിങ്ങൾ പോയിട്ടുള്ളവർക്കറിയാം, അവിടെ ഒരുപാട് കെട്ടിടങ്ങളുള്ളതാണ്. അതിലൊരു കെട്ടിടത്തിലാണ് ഗാന്ധിവധത്തിൻ്റെ വിചാരണ നടന്നത്, സ്പെഷ്യൽ കോർട്ട് പ്രവർത്തിച്ചത്. അത് വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ ലോകത്ത് ഇത്തരം ഒരു ഉന്നതനായ വ്യക്തിയുടെ കൊലപാതകത്തെ സംബന്ധിച്ച വിചാരണ നടന്ന സ്ഥലം പിൽക്കാലത്ത് ചരിത്ര സ്മാരകങ്ങളായി തീർന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് ചെങ്കോട്ടയിൽ പോവുകയാണെങ്കിൽ എവിടെയാണ് ഗാന്ധിയുടെ വിചാരണ നടന്നത്, ഏത് കെട്ടിടത്തിലാണ് ഗാന്ധിയുടെ വിചാരണ നടന്നത് എന്നതിനെ സംബന്ധിച്ച യാതൊരു സൂചനയും ലഭ്യമല്ല. എന്ന് പറഞ്ഞാൽ ഗാന്ധിയുടെ സ്മരണ, പ്രത്യേകിച്ച് ഈ അവസാന കാലത്തെ ഗാന്ധി എന്തിനായിരുന്നു പടപൊരുതിയിരുന്നത്, എന്തിനായിരുന്നു ഗാന്ധിയുടെ സമരം, ആരോടായിരുന്നു എന്നൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളെ പതുക്കെ ചരിത്രത്തിൽ നിന്ന് മാറ്റിമറിക്കുന്ന ഒരു മുഹൂർത്തത്തിലാണ് ഈ ഗാന്ധി ജയന്തി കടന്നു വരുന്നതെന്ന് ഓർക്കണം. ഇത് വാജ്പേയി സർക്കാർ അധികാരത്തിൽ കയറിയ ഉടൻ തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരുപാട് ആളുകൾ, ഗായത്രി സ്പിവാക്കും അതുപോലെ ടീസ്റ്റ സെത്തൽവാദും ഒക്കെ ഉൾപ്പെടെയുള്ള നിരവധി പേര് ഒരാരോപണം ഉന്നയിക്കുകയുണ്ടായി. ഗവൺമെൻറ്റിൻ്റെ പക്കലുള്ള പ്രധാനപ്പെട്ട പല രേഖകളും നശിപ്പിച്ചു എന്നുള്ളതായിരുന്നു അവരുടെ ആരോപണം. അതിനെ സംബന്ധിച്ച വിവരാവകാശ രേഖകളൊക്കെ തന്നെ അവർ സമർപ്പിക്കേണ്ടത്. 1,50,000 പേപ്പറുകളാണ് ആ കാലത്ത് ഗവൺമെൻറ് നശിപ്പിച്ചത് എന്ന്, ഗവൺമെൻറ് നേതൃത്വത്തിൽ തന്നെ നശിപ്പിച്ചത് എന്ന് അവർ ആരോപിക്കുകയുണ്ടായി. ഈ 1,50,000 പേപ്പറുകളിൽ പലതും ഗാന്ധിവധത്തെ സംബന്ധിച്ച പേപ്പറുകളാണ് എന്ന കാര്യവും അവരുടെ ആശങ്കപ്പെടുകയുണ്ടായിട്ടുണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ ഗാന്ധിയുടെ വധം മാച്ച് കളയുക എന്നുള്ള, പബ്ലിക് മെമ്മറിയിൽ നിന്ന് മാച്ച് കളയുക, പൊതുസ്മരണയിൽ നിന്നത് മാച്ച് കളയുക എന്നുള്ളത് ഒരു ഭരണകൂട ലക്ഷ്യമായിട്ട് തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഇത്തരം അനുഭവങ്ങളിൽ നമുക്ക് മനസ്സിലാകും. അപ്പോൾ അത്തരം ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഗാന്ധി കൊല്ലപ്പെട്ടത്, അല്ലെങ്കിൽ ഗാന്ധിയുടെ അവസാന സായാഹ്നത്തിലെ, ഗാന്ധിയുടെ ജീവിത സായാഹ്നത്തിലെ ഏറ്റവും വലിയ പോരാട്ടം ആരോടായിരുന്നു എന്ന് നമ്മൾ വീണ്ടും ചോദിക്കുകയും പുതിയ തലമുറയെ അതിനെപ്പറ്റി ബോധവാന്മാരാക്കുകയും ചെയ്തില്ലെങ്കിൽ, ബോധവതികളാക്കുകയും ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു അധ്യായം മാഞ്ഞുപോകും. എന്ന് പറഞ്ഞാൽ പൊതുവേ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയുള്ള ധാരണ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരോട് എതിരിട്ട് മാത്രമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന്. ബ്രിട്ടീഷുകാർ പോകുമ്പോൾ നമുക്കറിയാം, ബ്രിട്ടീഷ് പ്രോവിൻസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, അതുപോലെ നിരവധി നാട്ടുരാജ്യങ്ങളുണ്ട്. അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു ഇന്ത്യ. ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇന്ത്യയുടെ ഒരു ഭൂപടം രൂപം കൊള്ളുന്നത്. മാത്രമല്ല ആ സമയത്ത് ചരിത്രത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വലിയ ഒരു റിസൾട്ട് എന്നുള്ള നിലയ്ക്ക് വിഭജനം എന്ന് പറയുന്ന ഒരുപക്ഷെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു വലിയ ചരിത്ര നിമിഷം കൂടിയായിരുന്നു അത്. എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിൻ്റെ ദിനം മാത്രമായിരുന്നില്ല ആ ദിവസങ്ങൾ, അത് വിഭജനത്തിൻ്റെ ദിനങ്ങൾ കൂടിയായിരുന്നു. ലക്ഷക്കണക്കിന് മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും പലായനം ചെയ്തു. അതിൻ്റെ കണക്കുകൾ ചോദിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോവും. എത്രയോ തീവണ്ടികൾ, 600 ചില്ലാൻ തീവണ്ടികളിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ നവംബറിൽ മാത്രം, 1947 നവംബറിൽ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിരവധി പട്ടാള വാഹനങ്ങളിൽ കാൽനടയായി ആളുകൾ ചരിത്രം ഒരു നിമിഷം അവരുടെ ജീവിതത്തിനെ പറിച്ചു നടുകയാണ്. അത് അവരുടെ കുറ്റം കൊണ്ടോ അല്ലെങ്കിൽ പാവപ്പെട്ട മനുഷ്യരുടെ ഇച്ഛപ്രകാരം ഒന്നുമല്ല സംഭവിക്കുന്നത്, മറിച്ച് ചരിത്രത്തിൻ്റെ ഒരു പ്രതിഭാസം എന്ന കണക്ക് അവരുടെ മേലിൽ ദുരന്തം വന്നു വീഴുകയാണ്. ഈ കൈമാറ്റങ്ങളൊന്നും, ഈ മനുഷ്യരുടെ ഈ കൈമാറ്റങ്ങളൊന്നും, രണ്ട് രാജ്യങ്ങളിലേക്കുള്ള കൈമാറ്റങ്ങളൊന്നും തന്നെ സമാധാനപൂർവ്വമായിരുന്നില്ല. നിരവധി പേര് അവിടെ ജീവനാഹൂതി ചെയ്തിട്ടുണ്ട്, സ്വത്തുവകൾ നഷ്ടമായിട്ടുണ്ട്, കുടുംബങ്ങൾ ചെതറിപ്പോയിട്ടുണ്ട്,
ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കണ്ണീരിലൂടെയും ചോരയിലൂടെയാണ് അക്കാലത്ത് ഇന്ത്യ ചരിത്രം കടന്നു പോകുന്നത്. ഇത് ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ട 2 മേഖലകൾ എന്ന് പറയുന്നത്, ഒന്ന് ബംഗാളിൻ്റെ കിഴക്കൻ പ്രദേശം എന്ന് പറഞ്ഞാൽ ഈ കിഴക്കൻ പാകിസ്ഥാൻ, ഇന്നത്തെ ബംഗ്ലാദേശ് ഉണ്ടാകുന്നത് അവിടെയാണ്. അപ്പോൾ അവിടെയാണ് ഒരു വലിയ തരത്തിലുള്ള പലായനങ്ങൾ നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പഞ്ചാബിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പാകിസ്ഥാൻ നിൽക്കുന്ന ഭാഗം, അവിടെയും ഈ 2 അതിർത്തികളിലാണ് ഏറ്റവും വലിയ രക്തരൂക്ഷിതമായിട്ടുള്ള സംഭവങ്ങൾ നടന്നിട്ടുള്ളത്. ബംഗാളിൽ നമുക്കറിയാം 46 തൊട്ട് ഈ സ്വാതന്ത്ര്യത്തിന് തൊട്ടു മുമ്പ് വിഭജനത്തിൻ്റെ സന്ദേശം വരുന്നത് തൊട്ട് ബംഗാളിൽ, പ്രത്യേകിച്ച് കൽക്കട്ടയ്ക്ക് കിഴക്കുള്ള പ്രദേശങ്ങളിലും വലിയ തരത്തിലുള്ള വർഗീയ കലാപങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് നവഖലിയിലേക്ക് വ്യാപിക്കുന്നുണ്ട്. നവഖലി ഇന്ന് ബംഗ്ലാദേശിലാണ്, പക്ഷെ അന്ന് ഈ ബ്രിട്ടീഷ് പ്രൊവിൻസിൻ്റെ ഭാഗം ആയിരുന്നു എന്നും അറിയാം. നവഖലി, ടിപ്പേര ജില്ലകളിലാണ് ആദ്യം ഈ കലാപം വലിയ ഒരു വിശ്വരൂപം കാണിക്കുന്നത്. ഗാന്ധി അന്ന് സേവാഗ്രാമിലാണ്. ഗാന്ധി ആ സമയത്ത് തന്നെ വലിയ മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇപ്പം ഒരു വലിയ ആഭ്യന്തര കലാപത്തിലേക്കാണ് ഇന്ത്യ പോകുന്നത് എന്ന് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. ഈ ആഭ്യന്തര കലാപം ഒരിക്കലും ഇന്ത്യക്ക് ഗുണം ചെയ്യില്ല എന്നുള്ളത് മാത്രമല്ല, വലിയ തരത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രസങ്കല്പത്തിൻ്റെ ഒരു ആശയത്തെ, ഒരു സ്വപ്നത്തെ മുഴുവൻ തകർത്ത് കളയുന്നു എന്നും ഗാന്ധി പറയുന്നുണ്ട്. ഗാന്ധി 2-3 കാര്യങ്ങളാണ് അതിൽ ഊന്നി പറയുന്നത്. പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, ബ്രിട്ടീഷുകാർ പോവാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. ബ്രിട്ടീഷുകാർ പോവാൻ നിശ്ചയിക്കുമ്പോൾ ഇത്തരം ഒരു കലാപം ഉണ്ടായാൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടാനുള്ള, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന വലിയ സങ്കല്പത്തെ കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി ഇല്ലാത്തവരാണ് ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് ലോകം തന്നെ വിധി എഴുതും. അതുകൊണ്ട് കൊളോണിയൽ ഭരണം വീണ്ടും വീണ്ടും നീട്ടിവെക്കാനുള്ള ഒരു വലിയ സാധ്യത ഗാന്ധി അവിടെ പറയുന്നുണ്ട്, ജനങ്ങളോട് പറയുന്നുണ്ട്. മാത്രമല്ല, ബ്രിട്ടീഷുകാരോട് പറയുന്നത്, നിങ്ങൾ ഇവിടെ എന്ത് പ്രശ്നം നടന്നാലും നിങ്ങൾ പോവാൻ നിശ്ചയിച്ച സമയത്ത് പോയിക്കോ, ഇത് ഞങ്ങൾ കൈകാര്യം ചെയ്യാമെന്നുള്ള സമീപനമാണ് ഗാന്ധി എടുക്കുന്നത്. പക്ഷെ അക്കാലത്തെ നേതാക്കളൊന്നും തന്നെ ഈ ശബ്ദം കേൾക്കുന്നില്ല. പ്രത്യേകിച്ച് സ്വാതന്ത്ര്യം കയ്യിലെത്തി, ഭരണം കയ്യിലെത്തി എന്ന നില വന്നപ്പോൾ ഗാന്ധിയുടെ വചനങ്ങൾക്ക് അക്കാലത്തെ പ്രത്യേകിച്ച് കോൺഗ്രസ്സിലെ തന്നെ നേതാക്കൾ അന്ന് വലിയ ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഗാന്ധിയുടെ ഈ മുന്നറിയിപ്പുകളൊക്കെ പലരും തൃണവൽക്കരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഗാന്ധി പിന്നീട് സേവാഗ്രാമിലേക്ക് നേരെ നവഖാലിയിലേക്കാണ് പോകുന്നത്. ഈ നവഖാലിയിൽ ഈ മനുഷ്യൻ എത്രയോ കിലോമീറ്ററുകൾ കാൽനടയായി സഞ്ചരിക്കുന്നുണ്ട്. കാൽനടയായി സഞ്ചരിക്കുമ്പോൾ നമ്മളിന്ന് തോന്നും ഒരു വർഗീയ കലാപം ഉണ്ടാകുമ്പോൾ അവിടെ ഭരണാധികാരി സന്ദർശിക്കുക എന്ന് പറയുന്നത് ഏറിയും കുറഞ്ഞൊക്കെ സംഭവിക്കുന്ന കാര്യമാണ്, നമുക്കറിയാം. അത്തരം ഒരു പര്യടനമായിട്ട് ഇതിനെ കൂട്ടിക്കുഴക്കരുത്. മറിച്ച് ഇത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം രൂപം കൊള്ളുന്നേ ഉള്ളൂ. ഇന്ത്യയിലൊരു ഭരണഘടന നിലവിൽ വന്നിട്ടില്ല. ഇന്ത്യയിലെ എല്ലാ സിസ്റ്റവും പുതുതായിട്ട് ഉണ്ടാക്കേണ്ട ഒരവസ്ഥയാണ്. ആ സമയത്താണ് ഈ കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയെ തുന്നിച്ചേർക്കുക എന്ന് പറയുന്ന വലിയൊരു ചരിത്ര ദൗത്യമാണ് ഈ നവഖലിയിൽ ഗാന്ധി നിർവഹിക്കുന്നത്. നവഖലിയിൽ ഗാന്ധിക്കൊപ്പം ഉണ്ടായിരുന്ന ആൾക്കാരുടെ ഒരു കണക്ക് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും, അതുവരെ ഉണ്ടായിരുന്ന ഒരു നേതൃത്വമേ അല്ല, ഗാന്ധിയുടെ കൂടെ ഉണ്ടായിരുന്ന സമര നേതൃത്വമല്ല നവഖാലിയിൽ ഗാന്ധിയുടെ കൂടെയുള്ളത്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ വലിയൊരു സംഘമാണ് ഗാന്ധിയുടെ കൂടെയുള്ളത്. അതിൽ മനു പോലെ, ആഭ പോലെ വളരെ ചെറിയ 18-19 വയസ്സ് പ്രായമുള്ള കുട്ടികളാണ് നവഖാലിയിൽ വലിയ ഒരു ദൗത്യം അനുഷ്ഠിക്കുന്നത്. സുജാത കൃപലാനി അല്ലെങ്കിൽ സുശീല നയ്യാർ പോലെ പലരും അവരുടെ പൊതുജീവിതം ആദ്യമായിട്ട് തുടങ്ങി വയ്ക്കുകയാണ്. അവരൊക്കെ ഇങ്ങനെ ഒരു പൊതു സമരത്തിലേക്കോ അല്ലെങ്കിൽ അത്തരം ഒരു സമര പാരമ്പര്യം അവകാശപ്പെടാത്ത മനുഷ്യരാണ് ഗാന്ധിക്ക് ചുറ്റുമുള്ളത്. അതിൻ്റെ ഉള്ളിൽ ബീബി അംതസലാം എന്ന് പറയുന്ന ഒരു സ്ത്രീയെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ബീബി അംതസലാം ഈ ബംഗാൾ നിവാസിയൊന്നുമല്ല. അവർ പട്യാലയിൽ മറ്റേ അറ്റത്ത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്ത് പഞ്ചാബിൽ ജനിച്ച സ്ത്രീ, പട്യാലയിൽ ജനിച്ച സ്ത്രീയാണ്. അവർ നവഖാലിയിലേക്ക് വരികയാണ്. അവർ നവഖാലിയിലേക്ക് വരിക മാത്രമല്ല, അവർ നവഖാലിയിലെ ഒരു പ്രത്യേക ഗ്രാമത്തിൽ 25 ദിവസം നിരാഹാരം ഇരിക്കുന്നുണ്ട്. അവിടുത്തെ മനുഷ്യരെ, ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായി പിരിഞ്ഞ് തല്ലുന്ന മനുഷ്യരെ യോജിപ്പിക്കാനായിട്ട് 25 ദിവസം അവർ നിരാഹാരം ഇരിക്കുന്നുണ്ട്. ഈ 25 ദിവസം നിരാഹാരം ഇരുന്നതിന് ശേഷം
അവർ ഭാഗികമായിട്ട് വിജയിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ ആളുകൾക്കിടയിലെ വൈരം ഒരു പരിധി വരെ ശമിച്ചപ്പോൾ അവർ നിരാഹാരം അവസാനിക്കുന്നുണ്ട്. അന്നേരം ഗാന്ധിയാണ് അവർക്ക് ഈ നിരാഹാരം അവസാനിപ്പിക്കാനുള്ള നാരങ്ങാനീര് കൊടുക്കുന്നത്. ആ നേരത്ത് ഗാന്ധി പറയുന്നൊരു വാചകമുണ്ട്, ഞാനല്ല മഹാത്മാവ്, നിങ്ങളെല്ലാവരും എന്നെയാണ് മഹാത്മാവ് എന്ന് വിളിക്കുന്നത്, ഞാനല്ല മഹാത്മാവ്, ഈ ഇരിക്കുന്ന സ്ത്രീയാണ് യഥാർത്ഥത്തിൽ മഹാത്മാവ്, ആ പദവിക്ക് അർഹ എന്ന് പറയുന്ന ഒരു വാചകം അവർ പറയുന്നുണ്ട്, ഗാന്ധി പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള അനേകം മനുഷ്യരുടെ ഒരു പ്രവർത്തനമാണ് ഈ നവഖാലിയിലെ ടിപ്പേരയിലെയും 2 ജില്ലകളിലെ സാധാരണ മനുഷ്യരുടെ ജീവനെടുത്ത, സാധാരണ മനുഷ്യരുടെ വസ്തുവകകൾ നഷ്ടപ്പെട്ട, സാധാരണ മനുഷ്യരെ പലരെയും അംഗവിഹീനരൊക്കെ ആക്കി തീർത്ത കലാപത്തിനെ ശമിപ്പിക്കുന്നത് ഈ ഗാന്ധിയുടെയും ഈ സംഘത്തിൻ്റെയും നിരന്തരമായ പ്രവർത്തനമാണ്. ഗാന്ധി നവഖാലിയിലേക്ക് പോകുമ്പോൾ പറയുന്നത് ഞാൻ നവഖാലി സന്ദർശിക്കാൻ പോകുന്നല്ല, ഞാൻ നവഖാലി താമസിക്കാൻ പോവുകയാണ്. കാരണം ഇന്ത്യയുടെ ഒരു വലിയ ലബോറട്ടറിയാണ്, ഇന്ത്യ എന്തായിട്ട് തീരുന്നു എന്നുള്ളതിൻ്റെ ഒരു ലബോറട്ടറിയാണ് നവഖാലി എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം പോകുന്നത്. ഇത് അവസാനിക്കുന്നത് കൽക്കട്ടയിൽ ആഗസ്റ്റ് 15 നമുക്കറിയാം. ഈ ചെങ്കോട്ടയിൽ കൊടി ഉയരുമ്പോൾ ഗാന്ധി കൽക്കട്ടയിലാണ്. നമ്മൾ ലോക ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരു സമരനായകൻ ആ സമരം വിജയിച്ച മുഹൂർത്തത്തിൽ ആ സ്ഥലത്തില്ല എന്ന് പറഞ്ഞാൽ ഭരണം കയ്യിൽ കിട്ടുന്ന ആ നിമിഷത്തിൽ ഈ പടനായകൻ, ഈ നയിച്ച ആൾ അവിടെ ഇല്ല എന്ന് പറയുന്ന ലോക ചരിത്രത്തിൽ തന്നെ അപൂർവമാണ്. അദ്ദേഹം അവിടെ ഇല്ല. ഈ കൊടി ഉയരുമ്പോൾ, ത്രിവർണ്ണ പതാക ചെങ്കോട്ടയിൽ ഉയരുമ്പോൾ അദ്ദേഹം കൽക്കട്ടയിലാണ്. കൽക്കട്ടയിലെ മനുഷ്യരെ, തമ്മിൽ തല്ലുന്ന മനുഷ്യരെ ഒന്നിച്ചു നിർത്താൻ പാടുപെടുകയാണ്. അങ്ങനെയാണ് ഈ ആഗസ്റ്റ് 15 എത്തുമ്പോൾ കൽക്കട്ടയിൽ വലിയ സമാധാനം ഉണ്ടാകുന്നു, വലിയ തരത്തിൽ ഹിന്ദു മുസ്ലിം ഐക്യമുണ്ടാവുന്നു. അന്ന് ഗവർണർ ജനറലായിരുന്ന, സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഗവർണർ ജനറലായിരുന്ന മൗണ്ട് ബാറ്റൻ ഗാന്ധിക്ക് എഴുതുന്നുണ്ട്, എനിക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാൻ്റെ അതിർത്തിയിൽ 22,000 പട്ടാളക്കാരുണ്ടായിരുന്നു. ഈ 22,000 പട്ടാളക്കാർക്കും ചെയ്യാൻ കഴിയാത്തത് കിഴക്കൻ പ്രദേശത്ത് ഒരാൾ ചെയ്തു എന്ന് പറഞ്ഞാൽ ഗാന്ധി ചെയ്തു എന്നാണ്. എന്ന് പറഞ്ഞാൽ 22,000 പട്ടാളക്കാർക്ക് തടഞ്ഞു നിർത്താൻ കഴിയാത്ത ചോരപ്പുഴ ഒഴുക്കിനെ ഗാന്ധിയുടെ സാന്നിധ്യം കിഴക്കൻ പാകിസ്ഥാനിൽ തടഞ്ഞു എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ 2ാം ലഫ്റ്റനൻ്റായ സുഹ്റവർദിയെയും ഞാൻ ഓർക്കുന്നു എന്ന് ഒരു വരി കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഗാന്ധി ബംഗ്ലാദേശിൽ ബംഗാളിൽ ചെല്ലുമ്പോൾ സുഹ്റവർദിയായിരുന്നു മുസ്ലിം ലീഗ്, ജിന്നയുടെ മുസ്ലിം ലീഗിൻ്റെ കക്ഷിയിലെ നേതാവായിരുന്ന സുഹ്റവർദിയായിരുന്നു ബംഗാൾ ഭരിച്ചിരുന്നത്. ആ സമയത്ത് സുഹ്റവർദി ഗാന്ധിയെ എതിരേൽക്കുന്നത് ശത്രുതയോട് കൂടിയിട്ടാണ്. പക്ഷെ അതേസമയം അവർ ഒരുമിച്ച് താമസിക്കാൻ തീരുമാനിക്കുന്നു. ഒരു സ്ഥലത്ത് ഒരു കൂരയ്ക്ക് കീഴിൽ ഹിന്ദുവും മുസ്ലിമും ഒരുമിച്ച് ചേരുക എന്ന് പറയുന്ന ഒരു വലിയ പരീക്ഷണമാണ് അവർ കാണിച്ചു കൊടുക്കുന്നത്. ജനങ്ങൾക്ക് ഒരു സമരമാർഗമായിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. 2 തരം മനുഷ്യർ 2 രാജ്യത്തിലായി. ശരിക്കും പറഞ്ഞ വിഭജനം നടന്നു. സുഹ്റവർദി പാകിസ്ഥാൻ പൗരനും ഗാന്ധി ഇന്ത്യൻ പൗരനുമായി. ഒരാൾ മുസ്ലിം, ഒരാൾ ഹിന്ദു, ഒരാൾ സസ്യബുക്ക്, ഒരാൾ മാംസബുക്ക്, ഒരാൾ അർദ്ധനഗ്നനായ ഫക്കീർ, ഒരാൾ വലിയ തരത്തിൽ വസ്ത്രം ധരിക്കുന്ന ആൾ. ഇങ്ങനെ പല വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഇന്ത്യയെ പോലുള്ളൊരു രാജ്യത്ത് ഒരു കൂരയ്ക്ക് കീഴിൽ ഒന്നിച്ച് താമസിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണെന്ന് കാണിക്കുകയാണ് അവർ ചെയ്തത്. ആ കാണിക്കൽ വളരെ പ്രസക്തമായിരുന്നു. അതാണ് കൽക്കട്ടയിലെ യഥാർത്ഥത്തിൽ ഈ ചോരയൊഴുക്കിനെ തടഞ്ഞു നിർത്തിയത്. അന്ന് ഇത് പിന്നീടും അവിടെ ചോരയൊഴുക്ക് വരുന്നുണ്ട്. പിന്നീട് 15 ദിവസം കഴിഞ്ഞപ്പോൾ ഗാന്ധി തന്നെ വിലപിക്കുന്നുണ്ട്. ഈ കൽക്കട്ടയുടെ അത്ഭുതം എന്ന് വിളിക്കുന്ന മിറാക്കിൾ ഓഫ് കൽക്കട്ട എന്ന് പറയുന്നത് എൻ്റെ തന്നെ ഒരു സ്വപ്നമായിരുന്നു എന്ന് ഗാന്ധി നിലവിളിക്കുന്നുണ്ട്. വീണ്ടും വർഗീയ കലാപത്തിലേക്ക് നീങ്ങുമ്പോൾ അപ്പോഴാണ് അവസാനത്തെ ആയുധം എന്നുള്ള നിലയ്ക്ക് ഈ നിരാഹാര സത്യാഗ്രഹത്തിലേക്ക് സെപ്റ്റംബർ 1 ഗാന്ധി പോകുന്നത്. ആ 73 മണിക്കൂർ നിരാഹാരമില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ ഭീതി കൊള്ളുന്ന ഹിന്ദുരാഷ്ട്രമൊക്കെ വളരെ എളുപ്പത്തിൽ സാധിച്ചേനെന്ന് ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പിടികിട്ടും. ഇതിന് ശേഷം ഗാന്ധി വരുന്നത് ഡൽഹിയിലേക്കാണ്. ഡൽഹിയിൽ വരുമ്പോൾ കൽക്കത്ത ശാന്തമാക്കിയതിന് ശേഷമാണ് ഡൽഹിയിലെത്തുന്നത്. പക്ഷേ ഡൽഹിയിൽ വരുമ്പോൾ പിടിച്ചതിന് വലുതാണ് അളയിൽ നിന്ന് നമ്മൾ സാധാരണ നാട്ടുഭാഷയെ പറയുന്ന പോലെ
ഡൽഹി ആകെ കലാപകലുഷിതമായിരുന്നു. അത് മൃതനഗരത്തിലാണ് ഞാൻ വന്നിറങ്ങിയെന്ന് ഗാന്ധി തന്നെ പറയുന്നുണ്ട്. സിറ്റി ഓഫ് ഡെഡ് എന്നാണ് ഗാന്ധി ഡൽഹിയെ വിളിക്കുന്നത്. ഇത് ഡൽഹിയിലെ പരീക്ഷണവും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടതാണ്. നാം തന്നെ നമ്മുടെ പൊളിറ്റിക്കലായിട്ടുള്ള രാഷ്ട്രീയമായ വിശകലനത്തിൽ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഡൽഹിയിൽ സംഭവിച്ചത് പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്ന് ഓടി വന്നിട്ടുള്ള ഹിന്ദു അഭയാർത്ഥികൾ എന്ന് പറഞ്ഞാൽ വിഭജനം മൂലം ലാഹോറിൽ നിന്നും കറാച്ചിയിൽ നിന്നൊക്കെ ഒരുപാട് മനുഷ്യർക്ക് ഒറ്റ രാത്രി കൊണ്ട് ഓടിപ്പോരേണ്ടി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ 1-2 രാത്രികൾ കൊണ്ട് അവർ ഇന്ത്യയിൽ എത്തിപ്പെടേണ്ട സ്ഥിതിവിശേഷം വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഓടി വരുന്നത് അവരുടെ അതുവരെയുള്ള വകകളൊക്കെ ഉപേക്ഷിച്ചിട്ടാണ്. എന്ന് പറഞ്ഞാൽ അത്രയും സെൻസിറ്റീവായിട്ടൊരവസ്ഥയിലാണ് അവർ വരുന്നത്. മാത്രമല്ല, ഇന്ത്യയിലേക്കുള്ള പ്രയാണത്തിനിടയിൽ അവരുടെ നേരെ വലിയ തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ വർഗീയ കലാപത്തിൻ്റെയൊക്കെ ഫലമായിട്ട് നിരവധി തരത്തിലുള്ള ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. ബലാത്സംഗങ്ങൾക്ക് വിധേയമായി തീർന്ന സ്ത്രീകളുണ്ട്. ഈ സദത്ത് ഹസൻ മന്തോൻ്റെയൊക്കെ കഥയിൽ ആ കാലത്തെ വിശദമായിട്ട് ആഴത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സെൻസിറ്റീവായ മനുഷ്യരാണ് ഡൽഹിയിലെത്തുന്നത്. ഡൽഹിയിലെത്തുമ്പോൾ ഹിന്ദു മഹാസഭ പോലെ അന്നത്തെ ഹിന്ദുത്വ സംഘടന ഇവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു ഹിന്ദുരാഷ്ട്രം കെട്ടിപ്പടുക്കുക എന്ന് പറയുന്ന വലിയൊരു ഗൂഢാലോചനയിലേക്ക് പോകുന്നുണ്ട്. കാരണം ഇവർക്ക് ഡൽഹിയിലെത്തിയപ്പോൾ താമസിക്കാൻ സ്ഥലമില്ല, ഭക്ഷണമില്ല, ആവശ്യത്തിന് മരുന്നില്ല. അത്തരം ഒരവസ്ഥയിലാണ് അവർ ഡൽഹിയിലെത്തുന്നത്. അതുകൊണ്ട് ഇവരെ ഉപയോഗിച്ച് കലാപം ഉണ്ടാക്കി ഈ ഇന്ത്യയുടെ ഒരു ഭരണം നേടിയെടുക്കാം എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്കാണ് ഹിന്ദു മഹാസഭ പോലെയുള്ള ഹിന്ദുത്വ കക്ഷികൾ നീങ്ങുന്നത്. ആ സമയത്താണ് ഗാന്ധി ഈ ജനുവരി 13-ന് 48 ജനുവരി 13-ന് നിരാഹാരം പ്രഖ്യാപിക്കുന്നത്. ഈ ഡൽഹിയിലെ മുസ്ലിങ്ങളെ അവിടെ നിന്ന് ഓടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി അവർക്ക് പാകിസ്ഥാൻ പോലെയുള്ളൊരു ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അവർ പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്യും എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം. അങ്ങനെ പലായനം ചെയ്താൽ ഇസ്ലാമിക രാഷ്ട്രം ഓൾറെഡി ഉണ്ടായതുകൊണ്ട് ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാം എന്ന് പറയുന്ന ഒരു സമവാക്യം വളരെ എളുപ്പത്തിൽ നടപ്പിൽ വരുത്താം എന്നാണ് അവർ വിചാരിച്ചത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യ വിഭജനത്തിൽ ഇന്ത്യ മതേതര രാഷ്ട്രമായി തുടരാൻ 2 കാരണങ്ങളാണ് പ്രധാനമായിട്ടുണ്ടായത്. ഒന്ന്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ, അത് കോൺഗ്രസിൻ്റെ ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആയിക്കൊള്ളട്ടെ, സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആയിക്കൊള്ളട്ടെ, അവരെല്ലാവരും ഇന്ത്യ മതേതര രാഷ്ട്രമാകണമെന്ന നിലപാടെടുത്തു. രണ്ടാമത്, ഒരു ഇസ്ലാമിക രാഷ്ട്രമായ പാകിസ്ഥാൻ രൂപം കൊണ്ടിട്ടും ഇന്ത്യയിലെ മുസ്ലിങ്ങളിൽ ഭൂരിപക്ഷവും അങ്ങോട്ട് പോയില്ല. ആ പ്രദേശങ്ങളിലുള്ള ആളുകളെ അവിടേക്ക് പോയുള്ളൂ. അല്ലാതെ ഇന്ത്യയിൽ നിന്ന് വലിയ തരത്തിലുള്ള മുസ്ലിം പോപ്പുലേഷനിൽ വലിയ ഇടിവുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പലായനം ഉണ്ടായില്ല. അപ്പോൾ ഇന്ത്യയിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ച മുസ്ലിങ്ങളെ ഉപദ്രവിച്ച് പുറത്താക്കുക, ഈ പാകിസ്ഥാനിൽ നിന്ന് വന്ന ഹിന്ദു അഭയാർത്ഥികളെ കൊണ്ട് ഉപദ്രവിച്ച് പുറത്താക്കുക എന്ന് പറയുന്ന ഒരു രീതിക്കാണ്, അല്ലെങ്കിൽ അത്തരമൊരു രാഷ്ട്രീയ നീക്കത്തിനാണ് ഹിന്ദു മഹാസഭ നേതൃത്വം കൊടുത്തത്. അതിനെതിരെയായിരുന്നു ഗാന്ധിയുടെ അവസാനത്തെ ഈ 5 ദിവസത്തെ സത്യാഗ്രഹം. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ഡൽഹിയിൽ സ്വതന്ത്രമായി താമസിക്കാനും വിഹരിക്കാനുമുള്ള അവസരം ഇന്ത്യയിലെ ഭൂരിപക്ഷ സമുദായമായിട്ടുള്ള ഹിന്ദുക്കളും മറ്റ് സമുദായങ്ങളും ചേർന്ന് സൃഷ്ടിക്കണം എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. അത് 1, 2, 3 ആവശ്യമായിട്ടാണ് പറയുന്നത്. അതുകൂടാതെ ഒരു കാര്യം പറയുന്നത്, പാകിസ്ഥാനിൽ പോയ മുസ്ലിങ്ങൾ, താൽക്കാലികമായോ അല്ലെങ്കിൽ സ്ഥിരമായിട്ടോ താമസിക്കാൻ പോയ മുസ്ലിങ്ങൾക്ക് മാനസാന്തരം തോന്നി തിരിച്ചു വരാൻ ശ്രമിക്കുകയാണെങ്കിൽ അപ്പോൾ ഇന്ത്യ അവർക്ക് പൗരത്വം കൊടുക്കണം എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. അപ്പോൾ ഈ ആവശ്യം മുൻനിർത്തിയുള്ള നിരാഹാര സത്യാഗ്രഹം തീർച്ചയായിട്ടും വിജയിച്ചു. അത് ഈ പറയുന്ന അഭയാർത്ഥികൾക്കുള്ളിൽ പോലും ആ നിരാഹാരം വലിയ തരത്തിലുള്ള സെൻസിറ്റീവായിട്ടുള്ള അഭയാർത്ഥികൾക്കുള്ളിൽ പോലും അത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. ഇതാണ് യഥാർത്ഥത്തിൽ ഹിന്ദു മഹാസഭയുടെയും അക്കാലത്തെ ഹിന്ദുത്വ പാർട്ടികളുടെയും സവർക്കറുടെയും ഒക്കെ മനസ്സിലെ സ്വപ്നത്തെ തകർത്ത് കളഞ്ഞത്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ 48 ജനുവരി 30-ൻ്റെ കൊലപാതകം നടക്കുന്നത്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഗാന്ധി എക്കാലത്തും
ഞാൻ ഹിന്ദുവാണ് എന്നത് പ്രഖ്യാപിക്കുകയായിരുന്നു. മാത്രമല്ല അവസാന കാലത്ത് ഊന്നി പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ഭൂരിപക്ഷ സമുദായത്തിൽ, അതായത് ഒരു ഹിന്ദുവിനെ ഹിന്ദുവാക്കുന്നത് മറ്റു മതങ്ങളോട് എത്രമാത്രം സ്നേഹത്തോടെയും സഹിഷ്ണുതയോടു കൂടിയിട്ടാണ് പെരുമാറുന്നത്, അതായിരിക്കണം ആ മതത്തിൻ്റെ ധാർമ്മികത അല്ലെങ്കിൽ ആ മതത്തിൻ്റെ അടിസ്ഥാന തത്വം. അതല്ലാതെ സ്വന്തം മതത്തിനെ അപരമത വിദ്വേഷം പരത്തുന്ന ഒരു സംഗതിയാക്കി മാറ്റുകയാണെങ്കിൽ അത്തരം ആളുകൾ ഹിന്ദു അല്ല എന്ന് പറയുന്ന ഒരു രീതിയാണ് ഗാന്ധിയുടെ രീതിയിൽ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഡൽഹിയിലെ മെഹ്റോളിയിൽ സ്ഥിതി ചെയ്യുന്ന ഖാജ ഖുത്ബുദ്ദീൻ്റെ ഖബറിലേക്കാണ് ഗാന്ധി അവസാന തീർത്ഥാടനം നടത്തിയതെന്ന് ഓർക്കണം. ഈ ഖാജ ഖുത്ബുദ്ദീൻ്റെ ഖബർ അഭയാർത്ഥികൾ, പാകിസ്ഥാനിൽ നിന്ന് വന്ന അഭയാർത്ഥികൾ കൈയടക്കി ഇരിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ അവിടേക്ക് ആരാധനയ്ക്കായി ഒരു മുസ്ലിമിനെയും ചെല്ലാൻ അനുവദിക്കാത്ത വിധം അവരത് പിടിച്ചെടുത്തിരുന്നു. ഈ ഖബറിന് കേടുപാടുകളും സംഭവിച്ചിരുന്നു. അതുകൊണ്ട് ഗാന്ധി ഈ നിരാഹാരത്തിന് ശേഷം, അല്ലെങ്കിൽ നിരാഹാരത്തിൻ്റെ നിബന്ധനകളായി, നിരാഹാരം അവസാനിക്കാനുള്ള നിബന്ധനയായി വച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ വർഷവും അവിടെ നടക്കുന്ന ഉറൂസ് എല്ലാവരും കൂടി ആഘോഷിക്കാം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളും സിഖുകാരും ഒക്കെ ചേർന്ന് മുസ്ലിങ്ങളുടെ ഈ ആരാധനാലയത്തിൻ്റെ ഉത്സവം ആഘോഷിക്കുക എന്ന് പറയുന്ന ഒരു നിർദ്ദേശം കൂടിയാണ് തൻ്റെ നിരാഹാരം അവസാനിക്കാനുള്ള ഒരു നിബന്ധനയായി ഗാന്ധി നിർദ്ദേശിച്ചിരുന്നത്. അതനുസരിച്ചിട്ട് അതിലെല്ലാവരും ഒപ്പിട്ടപ്പോൾ അതനുസരിച്ചിട്ട് ഈ ജനുവരി 27 എന്ന് പറഞ്ഞാൽ വധിക്കപ്പെടുന്നതിന് 3 ദിവസം മുമ്പ് ഗാന്ധി അവിടെ സന്ദർശിക്കുന്നുണ്ട്, അവിടുത്തെ ഉറൂസിൽ പങ്കെടുക്കുന്നുണ്ട്. അന്ന് ഈ നടന്നൊരു സംഭവത്തെക്കുറിച്ച് പ്യാരേലാൽ വളരെ വിശദമായിട്ട്, ഗാന്ധിയുടെ സെക്രട്ടറി ആയിരുന്ന പ്യാരേലാൽ വളരെ വിശദമായിട്ട് അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ കുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ജനുവരി മാസം വരെ ഒരു പക്ഷേ, അല്ലെങ്കിൽ ഗാന്ധിയുടെ നിരാഹാരം വരെ നിരന്തരമായി യുദ്ധത്തിലായിരുന്നു ഹിന്ദുക്കളും മുസ്ലിങ്ങളും എന്ന് നമുക്ക് പറയാം. എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഈ പാവപ്പെട്ട ജനതയുടെ കുഴപ്പമില്ലല്ലോ വർഗീയത എന്ന് പറയുന്നു, മറിച്ച് വർഗീയ അജണ്ട വെച്ചിട്ട് ഹിന്ദു മഹാസഭ പോലെയുള്ള പാർട്ടികൾ ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കാൻ കൊതിക്കുന്ന പാർട്ടികൾ ഈ അഭയാർത്ഥികളെ ഉപയോഗിച്ചിട്ട് മുസ്ലിങ്ങൾക്കെതിരെ കലാപം അഴിച്ചുവിടുകയാണ് ചെയ്യുന്നത് ആ സമയത്ത്. അപ്പോൾ ഈ ഉറൂസ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഗാന്ധിയുടെ നിരാഹാരം തുടങ്ങുന്നവരെ ഡൽഹിയിലെ ഓരോ തെരുവും യുദ്ധക്കളമായി തീരുന്ന അവസ്ഥയായിരുന്നു. പക്ഷെ ഉറൂസിൻ്റെ ഈ നിരാഹാരത്തിന് ശേഷം ഉറൂസിൻ്റെ അന്നത്തെ കാഴ്ച പ്യാരേലാൽ എഴുതി വെച്ചത് വായിക്കുക നമ്മളെ സംബന്ധിച്ച് പോലും വിവേകത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണമായിട്ട് കരുതണം. എന്താണ് രാഷ്ട്രീയ വിവേകം എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കും. അന്ന് 48 ജനുവരി 27 അല്ലെങ്കിൽ 48 ജനുവരിയിൽ കൊടിയ ശൈത്യമായിരുന്നു. ഡൽഹി അതുവരെ കാണാത്ത തരത്തിലുള്ള തണുപ്പ് കാലമായിരുന്നു ആ സമയത്ത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിരാവിലെ മുസ്ലിങ്ങൾ ഈ ഖബറിലേക്ക് ഉറൂസ് ആഘോഷിക്കാൻ വരുമ്പോൾ കാണുന്ന കാഴ്ച, റോഡിൻ്റെ ഒരു വശത്ത് ഹിന്ദുക്കൾ ചായ തിളപ്പിക്കുന്നു, മറുവശത്ത് സിഖുകാർ ചായ തിളപ്പിക്കുന്നു. ഈ ചായ ഇവരുടെ നേരെ നീട്ടിയിട്ട്, സഹോദര ഈ തണുപ്പിൽ ഈ ചായ കുടിച്ചിട്ട് നീ അകം ഒന്ന് ചൂടാക്കിയിട്ട് പോകൂ എന്ന് പറഞ്ഞ് ചായ കൊടുക്കുന്ന ഒരു രംഗമുണ്ട്. എന്ന് പറഞ്ഞാൽ അതുവരെ ആയുധങ്ങൾ കൊണ്ട് മാത്രം, ഒളിപ്പിച്ചു വെച്ചതും പരസ്യമായിട്ട് ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ആയുധങ്ങൾ കൊണ്ട് മാത്രം നിർവചിക്കപ്പെട്ട 2 മതങ്ങൾ തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ 2 or 3 മതങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ആ ചായ കൊടുക്കുന്ന തരത്തിൽ സാഹോദര്യത്തിൻ്റെതായ ഒരു അന്തരീക്ഷത്തിലേക്ക് മാറുന്നുണ്ട്. ഈ ഒരു ചേഞ്ചാണ് ഒരുപക്ഷെ ഈ ജനങ്ങളുടെ ഒരു ധാർമ്മികതയിൽ വന്നിട്ടുള്ള ഒരു പരിണാമം എന്ന് പറയുന്നത്. അത് രാഷ്ട്രീയ പ്രക്രിയയുടെ ഒരു ഉന്നത അവസ്ഥയായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് യഥാർത്ഥത്തിൽ ഹിന്ദു മഹാസഭയെയും ഹിന്ദുത്വ രാഷ്ട്രീയ കക്ഷികളെയും ഗാന്ധിക്കെതിരെ ആക്കിയത്. അതുകൊണ്ടാണ് 30 സവർക്കറുടെ ഗൂഢാലോചനയിൽ കപൂർ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം സവർക്കറും സവർക്കറേറ്റുകളും നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായിട്ട് ഗാന്ധി എന്നേക്കുമായിട്ട് ഈ ലോകം വെടിഞ്ഞു പോകുന്നത്. മരിച്ച ഗാന്ധിയും ഇന്ത്യയിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠം എന്ന് പറയുന്നത്. മരിച്ച ഗാന്ധി അതുവരെ
ഒരു ആദ്യത്തെ ഇലക്ഷനിൽ ഒരു പക്ഷേ വലിയ തരത്തിലുള്ള സീറ്റുകൾ നേടും എന്ന് വിചാരിച്ച ഈ ഹിന്ദുത്വ കക്ഷികൾ മുഴുവൻ ചെതറിപ്പോയി. ജനം അവരെ ശത്രുക്കളായിട്ട് പ്രഖ്യാപിച്ചു. സവർക്കറുടെ വീട് ദാദറിലെ സവർക്കർ സദൻ ആക്രമിക്കാൻ ആളുകൾ കൂട്ടം കൂട്ടമായിട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഈ RSS പോലും ഈ ഹിന്ദു മഹാസഭയുമായുള്ള ബന്ധം തൽക്കാലം മൂടി വെച്ചിട്ട് പുതിയൊരു ഹിന്ദുത്വ പാർട്ടിയുടെ നിർമ്മാണത്തിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന ഭാരതീയ ജനസംഘ് എന്ന് പറയുന്ന ഒരു ഹിന്ദുത്വ പാർട്ടിയുടെ പുതിയ രൂപീകരണത്തിലേക്ക് പോകുന്നതും ഇതുകൊണ്ടാണ്. ഹിന്ദു മഹാസഭ എന്ന് കേട്ടാൽ ജനങ്ങൾ അത്രയും വെറുത്ത ഒരു സംഗതി ആയതുകൊണ്ട് പുതിയൊരു പാർട്ടി ഉണ്ടാക്കണം. ആ പാർട്ടിയിൽ ഹിന്ദു എന്നുള്ളത് പാടില്ല, മറിച്ച് ഭാരതീയത എന്ന് പറയുന്ന പൊതുവേ ഒരർത്ഥത്തിൽ അക്കാലത്തുണ്ടായ ദേശാഭിമാനവുമായിട്ട് യോജിച്ച് നിൽക്കുന്ന ഒരു പദമേ പ്രയോഗിക്കാൻ പാടുള്ളൂ എന്ന് നിർബന്ധം പിടിക്കുന്നുണ്ട് അവർ. അങ്ങനെയാണ് ഭാരതീയ ജനസംഘം എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാകുന്നത്. അവർക്കും വെറും 3 സീറ്റേ കിട്ടിയുള്ളൂ. ഹിന്ദു മഹാസഭയ്ക്ക് 3 സീറ്റ് കിട്ടിയുള്ളൂ. കർപ്പത്രി മഹാരാജൻ്റെ സന്യാസിമാരുടെ പാർട്ടിയായ രാമരാജ്യ പരിഷത്തിനും 3 സീറ്റേ കിട്ടിയുള്ളൂ. അങ്ങനെ 9 സീറ്റിൽ അവർ ഒതുങ്ങി നിൽക്കുന്നുണ്ട്. മാത്രമല്ല അവരെ ഒരർത്ഥത്തിൽ ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയാത്ത കക്ഷിയായി അവരെ വിലയിരുത്തുന്നും ഉണ്ട്. ഇലക്ഷൻ്റെ റിസൾട്ട് മാത്രമല്ല, മറ്റ് തരത്തിലും മറ്റ് പാർട്ടികളും മറ്റ് ജനാധിപത്യ പാർട്ടികളും അവരിൽ നിന്ന് വലിയ അകലം പാലിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ഗാന്ധിയുടെ ഈ ഫേസ്, ഈ 46 മുതൽ 48 വരെയുള്ള അവസാന 2 വർഷക്കാലത്തെ ഗാന്ധിയുടെ രാഷ്ട്രീയം എന്തായിരുന്നു എന്ന് പറയുന്ന ചോദ്യത്തെ എന്നേക്കുമായി ചരിത്രത്തിൽ നിന്ന് മാച്ച് കളയുകയും പബ്ലിക് മെമ്മറിയിൽ നിന്ന് മാഞ്ഞു പോവുകയൊക്കെ ചെയ്തപ്പോഴാണ് ഒരർത്ഥത്തിൽ ഹിന്ദുത്വത്തിൻ്റെ തിരിച്ചുവരവ് ഉണ്ടാവുന്നത്. അത് ആ തിരിച്ചു വരുമ്പോൾ അവരുടെ മേൽപ്പറ്റി ഏറ്റവും വലിയ കറ എന്ന് പറയുന്ന ഗാന്ധിമതത്തിൻ്റെ കറയാണ്. അത് ആണ് അവരെ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് തൂത്തെറിയാൻ ജനതയെ പ്രേരിപ്പിച്ചത്. പക്ഷെ നമ്മൾ ഈ ഗാന്ധി വധം, ഇപ്പം ഗാന്ധിയുടെ ഇപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരമോ നിസ്സഹകരണ പ്രസ്ഥാനമോ അല്ലെങ്കിൽ ഉപ്പു സത്യാഗ്രഹമോ ഒക്കെ പോലെ ഗാന്ധിയുടെ ജീവിതത്തിൻ്റെ വലിയ സമരമുഖങ്ങളെ ചരിത്ര പുസ്തകങ്ങളിൽ കൂടിയും ഒക്കെ പഠിപ്പിച്ചു. അതിനെ സംബന്ധിച്ച് ഒരുപാട് തരത്തിലുള്ള ഓർമ്മകൾ ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിൽ മ്യൂസിയങ്ങളും സെമിനാറുകളും പുസ്തകങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും ഗാന്ധിയുടെ ഈ അവസാന കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം എന്ന് പറയുന്ന ഇന്ത്യയുടെ മതേതരത്വം സംരക്ഷിക്കുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇന്ത്യയുടെ മതേതരത്വത്തെ ഒരു മതേതരമായ ഇന്ത്യ സാധ്യമാണ് എന്ന് പറയുന്ന ആശയം തുറന്നുകൊടുത്ത ഗാന്ധിയുടെ പ്രവർത്തനങ്ങളെ പറ്റി നമ്മൾ ഒരു സിലബസിലും ഉൾപ്പെടുത്തിയില്ല, ഒരു കുട്ടികളെയും പഠിപ്പിച്ചില്ല. അങ്ങനെ ഈ പറയുന്ന തരത്തിൽ നാഥറാം ഗോഡ്സെ എന്ന് പറയുന്ന മതഭ്രാന്തൻ, ഹിന്ദു ഫാസിസ്റ്റ് മതഭ്രാന്തനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ മതഭ്രാന്തൻ വെടിവെച്ചു എന്ന ഒരാളായിട്ട് ഗാന്ധി സ്മരണ മാറുകയും ചെയ്തു. അപ്പം ആ അർത്ഥത്തിൽ ഗാന്ധി സ്മരണ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം 2014 മുതൽ ഇവിടെ ഇപ്പം കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കക്ഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ എതിരാളി എന്ന് പറയുന്നത് ഗാന്ധിയാണ്. അത് നിരന്തരം അവർ വെളിവാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർ നെഹ്റുവിനോട് അനുഷ്ഠിക്കുന്ന സമീപനമല്ല ഗാന്ധിയോട് അനുഷ്ഠിക്കുന്നതെന്നും കൂടി ഓർക്കണം. കാരണം ഗാന്ധി സ്മരണയെ നേരിട്ട് നിന്ന് എതിർക്കാനുള്ള ഒരു ധൈര്യം ഇപ്പോഴും അവർക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് ഗാന്ധിയെ പതുക്കെ ഇല്ലാതാക്കുക, ഓർമ്മയിൽ നിന്ന് മാച്ചു കളയാന്ന് പറയുന്ന ഒരു പ്രവൃത്തിയിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1,50,000 രേഖകൾ നശിപ്പിക്കുന്നത് തൊട്ട് അതിങ്ങനെ തുടരുന്നുണ്ട്. ഗാന്ധിയുടെ പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ ഗാന്ധിയുടെ ചിത്രത്തിന് നേരെ എതിരെ ഗാന്ധിയുടെ വധത്തിന് ചുക്കാൻ പിടിച്ചു എന്ന് പറയുന്ന സവർക്കറുടെ പടം സ്ഥാപിക്കുന്നുണ്ട്. അങ്ങനെ സവർക്കറെ പതുക്കെ രാഷ്ട്രപിതാവായിട്ട് അവരോധിക്കാനുള്ള ശ്രമങ്ങൾ പലതരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം മാത്രമല്ല, നിങ്ങൾ ഓർക്കണം 2022 ഗാന്ധിയുടെ പേരിലുള്ള പ്രൈസ് കൊടുക്കുന്ന ഗീതാ പ്രസ്സിനാണ്. ഗീതാ പ്രസ് എന്ന് പറയുന്ന സ്ഥാപനത്തിനാണ് ഗാന്ധിയുടെ പേരിലുള്ള സമ്മാനം കൊടുക്കുന്നത്. ഈ ഗീതാ പ്രസ്സിൻ്റെ പത്രാധിപരായിരുന്ന ഹനുമാൻ സിംഗ് പോത്താർ എന്ന് പറയുന്ന ആൾ ഗാന്ധിവാദത്തിലെ ഗൂഢാലോചനയ്ക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളാണ്.
അപ്പം അദ്ദേഹത്തിന് മാത്രമല്ല 32 തൊട്ട് ഗാന്ധിയെ നിരന്തരമായിട്ട് അവഹേളിക്കുന്ന ഒരു സംഗതിയാണ് ഈ ഗീതാ പ്രസ് ചെയ്തുകൊണ്ടിരുന്നത്. ഗീതാ പ്രസ് അക്ഷയമുകളുടെ പുസ്തകം വായിച്ചാൽ അറിയാം എങ്ങനെയാണതൊരു ഹിന്ദു കൺസോൾട്ടേഷൻ ഉണ്ടാക്കുന്നതിൽ സഹായിച്ചത്. അവരുടെ വാരികയായ കല്യാൺ എന്ന് പറയുന്ന വാരിക ബ്രാഹ്മണിസത്തെ വലിയ തരത്തിൽ പ്രകീർത്തിക്കുന്ന വാരിക ഇപ്പോഴും അത് ഓൺലൈൻ പ്രസിദ്ധീകരണമായിട്ട് 2,30,000 കോപ്പിയാണ് ഇപ്പോഴും അവർ ഈ കോവിഡിൻ്റെ സമയത്തൊക്കെ പ്രസിദ്ധീകരിച്ചതെന്ന് ഓർക്കണം. അത്ര പ്രചാരമുള്ള വാരികയാണ്. ഇതാണ് ഒരർത്ഥത്തിൽ ഉത്തരേന്ത്യയിൽ ഈ ഹിന്ദു കൺസോളിഡേഷൻ, ഹിന്ദു സംഘടന എന്ന് ഹിന്ദിയിൽ പറയുന്ന ആ സംഗതി RSS ഒക്കെ മുന്നോട്ട് വയ്ക്കുന്ന ഹിന്ദു ഐക്യം എന്ന് പറയുന്ന, ഒരിക്കലും ജാതി ഹിന്ദുവിന് ആർജിക്കാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന ഇതിന് ബദലായിട്ട് ഒരർത്ഥത്തിൽ രാഷ്ട്രീയമായിട്ട് BJPക്കോ അല്ലെങ്കിൽ ഹിന്ദുത്വ കക്ഷികൾക്കോ ഫലം കൊയ്യത്തക്ക രീതിയിൽ ഒരു തരം വ്യാജ ഐക്യം ഉണ്ടാക്കുക എന്ന് പറയുന്നത് സാംസ്കാരികമായിട്ട് അതിനേറ്റവും മുൻകൈ എടുത്തൊരു പ്രസിദ്ധീകരണമാണ് ഈ ഗീതാ പ്രസ്സും അതിൻ്റെ പ്രസിദ്ധീകരണമായിട്ടുള്ള കല്യാണും. ഒരു സ്ഥാപനമാണ് ഗീതാ പ്രസ്സും അതിൻ്റെ പ്രസിദ്ധീകരണമായ കല്യാണുമാണ് അതിൽ മുൻകൈ എടുത്തത്. ഈ ഗീതാ പ്രസ്സിനാണ് 2022 ഗാന്ധിയുടെ പേരിലുള്ള അവാർഡ് കൊടുക്കുന്നത്. അങ്ങനെ ഗാന്ധി സ്മരണയെ ഒരു തരത്തിൽ തുടച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു വ്യാജ ഗാന്ധി ബിംബത്തെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു പരിശ്രമമാണ്. ഗാന്ധിയെ പൂർണ്ണമായിട്ട് നിരാകരിക്കാൻ പറ്റില്ല. അത് ഇങ്ങനെ സജീവമായിട്ടുള്ളൊരു സാന്നിധ്യമായതുകൊണ്ട് പൂർണ്ണമായിട്ട് നിരാകരിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു വ്യാജ ഗാന്ധി ബിംബം ഒരുപക്ഷെ അവസാനം ഹിന്ദുത്വത്തിൽ ലയിച്ചു ചേരുന്ന ഒരു ഗാന്ധി ബിംബത്തിൻ്റെ നിർമ്മാണമാണ് ഇന്ന് ഭരണകൂടം നടത്തിക്കൊണ്ടിരുന്നത്. ഗാന്ധിയുടെ മരണശേഷം എല്ലാ ഭരണകൂടവും ഒരർത്ഥത്തിൽ ഗാന്ധിയെ ഭരണകൂടത്തെ നിലനിർത്താനുള്ള ഒരു ഉപാധിയായിട്ട് തന്നെയാണ് ഉപയോഗിച്ചു വന്നത്. പക്ഷേ ഹിന്ദുത്വ കക്ഷികളുടെ ഉപയോഗം എന്ന് പറയുന്നത് കുറച്ചുകൂടി അത് അപകടകരമാണെന്ന് നമ്മൾ കാണണം. കാരണം ഗാന്ധിയെ ഉപയോഗിച്ച് പതുക്കെ അല്ലെങ്കിൽ ഗാന്ധിയെ ഹിന്ദുത്വത്തിൻ്റെ മുഖമുദ്രയായി പോലും മാറ്റാവുന്ന രീതിയിലാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹിന്ദുത്വത്തിൻ്റെ ഒരു സാംസ്കാരികമായിട്ട് ഇടപെടൽ പ്രകടമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, അംബേദ്കറെയും ഗാന്ധിയെയും അവർ ഒരിക്കലും പരസ്യമായിട്ട് തള്ളിപ്പറയില്ല. ഈ രണ്ട് ബിംബങ്ങൾക്കും ഇന്ത്യയിലുള്ള സ്വാധീനം അവർക്കറിയാം. ഈ രണ്ടുപേരും ഹിന്ദുത്വത്തിന് രണ്ട് തരത്തിലെതിരായിരുന്നു, ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് രണ്ട് തരത്തിലെതിരായിരുന്നു. അതുകൊണ്ട് ഈ രണ്ട് പേരെയും ഈ രണ്ട് ബിംബങ്ങളെയും സാംശീകരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ആണ് ഹിന്ദുത്വത്തിൻ്റെ സാംസ്കാരികമായിട്ടുള്ളൊരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇത് തിരിച്ചറിയാന്ന് പറഞ്ഞാൽ വളരെ നമ്മുടെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഗാന്ധിയുടെ ഈ ഹിന്ദുത്വ വിരുദ്ധനായിട്ടുള്ള ഗാന്ധിയെ വെട്ടി മാറ്റിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഗാന്ധി ചരിത്രം എന്ന് പറയുന്നത് തന്നെ വലിയ അപൂർണമായിരിക്കും. അല്ലെങ്കിൽ അതുകൂടി ഉൾക്കൊണ്ടിട്ടാണ് ഗാന്ധിയെ രാഷ്ട്രപിതാവ് എന്ന് വിളിക്കുന്നത് നമ്മൾ ഓർക്കണം. എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ ചിന്നിച്ചെതറാതെ തുന്നിച്ചേർത്ത് ഇന്നത്തെ രീതിയിൽ ബഹുസ്വരത നിലനിൽക്കുന്ന ഒരിടമായിട്ട് നാമമാത്രമെങ്കിലും ഇപ്പോഴും ഇന്ത്യയുടെ ജനതയുടെ ഉള്ളിൽ അത് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ നിലനിൽക്കുന്ന ഒരിടമായിട്ട് ഇന്ത്യയെ മാറ്റി തീർത്തതിൽ ഗാന്ധിയുടെ പ്രസക്തി എന്താണെന്ന് തിരിച്ചറിയുകയാണ് ഇക്കാലത്ത് നാം ചെയ്യേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായിരിക്കും ഗാന്ധിയോടും നമ്മുടെ ചരിത്രത്തോടും നമ്മുടെ രാജ്യത്തോടും നമ്മുടെ ജനതയോടൊക്കെ ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർത്തവ്യം എന്നും വിചാരിക്കുന്നു.